ഹലോ, നമുക്ക് പെസഹാപ്പാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 4 തേങ്ങ ചിരവി ഇളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ച് അതിൻ്റെ പാലെടുത്ത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് 3 ശർക്കര വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ശർക്കര പാനി ഉണ്ടാക്കണം. അത് മാറ്റി വെച്ച് കഴിഞ്ഞ് പാനിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒഴിച്ച് വെച്ച തേങ്ങാപ്പാലിനകത്തോട്ട് ശർക്കര ലായനി നമ്മൾ ഉണ്ടാക്കി വെച്ചത് ശർക്കര ലായനിയും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് ഏലക്ക പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ജീരകം പൊടി അത് ഒരു 1/2 ടേബിൾ സ്പൂൺ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി അത് 2 ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് തിള വന്ന് കഴിയുമ്പം പാളയംകോടൻ പഴം ഒരു 4 പാളയംകോടൻ്റെ പഴവും കൂടെ മിക്സ് ചെയ്ത് നന്നായി ചേർത്ത് തിള വന്ന് കഴിയുമ്പോൾ കുരുത്തോല കൊണ്ട് കുരിശും വെച്ച് എടുക്കാം.